ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി കൊടുക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്നാൽ ഈ ഭൂമിയെ ഞാൻ അനുഗ്രഹമാക്കും. ഞാൻ ഈ സ്വപ്നത്തിൽ ഒരു ഗോവണി കണ്ടിരുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ഗോവണി ഭൂമിയിലേക്ക്. അതിൽ കൂടി ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇത് ദൈവം ഇറങ്ങിയ സ്ഥലം. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ദൈവം അനുഗ്രഹം തരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിടുന്നു. ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. ഞാൻ അവന് എൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ദശാംശം കൊടുക്കും. ഞാൻ ഈ ദൈവത്തെ എന്നേക്കും സേവിക്കും. ഈ സ്ഥലം ദൈവത്തിൻ്റെ ആലയം, സ്വർഗത്തിൻ്റെ കവാടം തന്നെ. എന്റെ സഹോദരപുത്രനായ യാക്കോബേ, നിനക്ക് ഇവിടെ എന്നോടൊപ്പം പാർക്കാം. എന്റെ ആടുമാടുകളും മറ്റ് മൃഗസമ്പത്തും നിനക്ക് ഞാൻ സംരക്ഷിക്കുവാൻ തന്നിരിക്കുന്നു. അവയെ നീ തന്നെ നോക്കി നടത്തണം. നിനക്ക് ഞാൻ അതിന്റെ പ്രതിഫലമായി ഒരു ഭാഗം തരും. നീ എന്നോട് കൂടെ വേല ചെയ്താൽ എന്റെ പുത്രിമാരെ നിനക്ക് തരും. ഞാൻ നിനക്ക് വേല ചെയ്ത് നിന്റെ മൃഗസമ്പത്തൊക്കെയും പരിപാലിച്ച് വിശ്വസ്തനായി നിന്നോളാം. നീ എനിക്ക് തരുമെന്ന പ്രതിഫലം ഞാൻ സ്വീകരിച്ചു കൊള്ളാം. നീ ഇത്രയും കാലം എനിക്ക് വേണ്ടി വേല ചെയ്തു. അതുകൊണ്ട് നിനക്കുള്ള മൃഗസമ്പത്തും എന്റെ പുത്രിമാരുമായി നിന്റെ ദേശത്തേക്ക് നിനക്ക് മടങ്ങാം. ഞാൻ എൻ്റെ ഓഹരിയുമായി എൻ്റെ ദേശത്തേക്ക് മടങ്ങിച്ചേരുന്നു. എൻ്റെ ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഈ സമ്പത്തും എൻ്റെ കുടുംബവുമായി ഞാൻ തിരിച്ചുപോയി എൻ്റെ സഹോദരൻ ഏശാവിനെ ഞാൻ കാണും. സഹോദരനായ യാക്കോബേ, നിനക്ക് സുഖമെന്ന് ഞാൻ അറിയുന്നു. നമ്മുടെ ദൈവം നമ്മളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മൃഗസമ്പത്ത് നമുക്ക് തന്നതുകൊണ്ട് ഇതിൽ നിന്നും ഒരു ഭാഗം നാം ദൈവത്തിനായി കൊടുക്കണം. ഈ സന്ദേശമാണ് നമുക്ക് മനുഷ്യർക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നൽകുവാനുള്ളത്. എങ്ങനെയാണ് നീ ഇത്രമാത്രമായി അനുഗ്രഹിക്കപ്പെട്ടത്? ഞാൻ ബഥേലിൽ വെച്ച് ഉറക്കത്തിൽ ഒരു സ്വപ്നത്തിലൂടെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നും പ്രത്യുദേശത്തേക്ക് മടക്കി വരുത്തുമെന്നും വാഗ്ദത്തം ചെയ്തു. അങ്ങനെ ദൈവം തൻ്റെ വാക്ക് പാലിച്ച് എന്നെ അനുഗ്രഹിച്ചു. വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവത്തെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എൻ്റെ അനുഗ്രഹത്തിൽ നിന്നും ഒരു പങ്ക് ഞാൻ ദൈവത്തിന് കൊടുക്കും. നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സമ്പത്തിൽ നിന്നും ദശാംശം ദൈവത്തിന് കൊടുക്കണം എന്നാണ് എൻ്റെ മനുഷ്യരോടുള്ള സന്ദേശം.